ഇന്നത്തെ റെസിപ്പി നമ്മുടെ പണ്ട് കാലത്ത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അമ്മമാർ ഉണ്ടാക്കി തരുന്ന നല്ലൊരു ആവിയിൽ വേവിച്ചൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ചായക്ക് അത്രയും നല്ലൊരു പലഹാരമായി. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് മാത്രമല്ല, നമുക്ക് ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാലത്തൊന്നും കുട്ടികൾക്ക് ഇതുപോലെയുള്ള പലഹാരമൊന്നും വേണ്ടി വരില്ല. എല്ലാവരും പിസ്സ, ബർഗർ, അതുപോലെ നൂഡിൽസ് ഒക്കെ ആയിരിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അമ്മമാർ പണി എളുപ്പം വിചാരിച്ചിട്ട് അതുപോലത്തെ ഭക്ഷണങ്ങളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കുട്ടിക്കാലം ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ നമുക്കും നമ്മളെ കുട്ടികൾക്ക് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ അതിന് നമ്മൾ ആവശ്യമായിട്ട് എടുക്കുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ നൈസായിട്ടുള്ള പൊടിയല്ല, നമ്മൾ പുട്ടിനുണ്ടാക്കുന്ന കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടിയില്ലേ, അപ്പോൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെമ്പ പുട്ടുപൊടിയാണ് എടുത്തത്. അപ്പോൾ ഏത് പുട്ടുപൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മളെ മട്ട അരിൻ്റെതോ അല്ലെങ്കിൽ റേഷൻ അരിയില്ലേ, നമ്മളെ പുഴുങ്ങലരി, അങ്ങനെ പൊടിക്കുന്ന പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്നില്ലേ, അതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കണക്കൊന്നുമില്ല, നമുക്ക് ഈ ഒരു പൊടി നല്ലോണം നനവായിട്ട് കിട്ടണം, ആ ഒരു കണക്കിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചൂട് കിടന്നിട്ട് തന്നെ നമ്മൾ പൊടി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പൊടീൻ്റെ എല്ലാ ഭാഗത്തും വെള്ളത്തിൽ കഴിഞ്ഞെന്ന് തോന്നിയാൽ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സമയം നമുക്ക് കയ്യിൽ പൊള്ളിയിട്ടങ്ങ് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്. 1/4 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് ചതക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കുഴച്ച് വെച്ച ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി ഒരു 3-4 എണ്ണം എടുത്തിട്ട് ഒന്ന് ചതക്കിയിട്ട് ചേർക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ചെറിയുള്ളിയും കറിവേപ്പിലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പത്തൽ ഉണ്ടാക്കുന്നില്ലേ, നെയ്പ്പത്തൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആവും. പക്ഷേങ്കിൽ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഇത്ര മാത്രം മതിയാവും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന വിധത്തിലുള്ള ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു അരിപ്പൊടീൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചതക്കി കൊണ്ടുവന്ന ആ തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് എത്തുന്ന വിധത്തിൽ നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പം കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ചെമ്പ പുട്ടുപൊടിയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്പ പുട്ടുപൊടി നിങ്ങൾ പുട്ട് തിന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ ഇത് മാവ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ആവിത്തട്ടിലൊന്ന് വേവിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ പ്ലേറ്റിൽ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ട് കിട്ടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് എണ്ണ പുരട്ടിയതിന് ശേഷം മാത്രം നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലുള്ള വലിയ ബോളുകളാക്കിയിട്ടാണ് ഞാനിത് ആവിക്ക് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു 5-6 ഉണ്ടകളാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വലിയ സൈസിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരാൾക്ക് ഒന്നൊക്കെ മതിയാകും ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചെറിയവയിലേക്ക് ഒന്നിട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ബോളുകളാക്കി എടുക്കുമ്പോൾ തേങ്ങ ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ പണ്ട് കാലത്ത് നമ്മളിത് ആവിക്ക് വേവിച്ചെടുക്കുന്നതിന് പകരം വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഇതുപോലെ ബോളുകളിടും. എന്നിട്ട് ആ ഒരു ബോൾ ചെറിയ കഷ്ണാക്കിയിട്ട് കടുകും കറിവേപ്പിലും തേങ്ങയൊക്കെ വറുത്ത് ഇടുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വെള്ളം കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കുഴക്കട്ടേൻ്റെ വെള്ളം. അപ്പോൾ കഴിച്ചവർക്ക് അറിയാമല്ലേ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളിതാ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്ലെയിമിനും ആ ഒരു വെക്കുന്ന പാത്രത്തിനൊക്കെ അനുസരിച്ചിട്ട് ആവി കയറുന്നത് വ്യത്യാസമാവേ. ചില ആൾക്ക് 15-20 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങളിത് ആവി കയറ്റി എടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, തേങ്ങയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ. പുറത്ത് നമ്മൾ തേങ്ങ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളിത് കഴിക്കുമ്പോൾ തേങ്ങ ഒന്ന് കടിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പീസാക്കിയിട്ട് കത്രികയോണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കടുവും കറിവേപ്പിലൊക്കെ വറവ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിലേക്കും മിക്സ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പൊട്ടിച്ച് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്